ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് +1 ക്ലാസ് നോക്കാം. ഇന്നത്തെ ദുഃഖ് എന്ന പാഠമാണ്. ദുഃഖ് അത് കഹാനിയാണ്. യശ്പാൽ ആണ് എഴുതിയത്. യശ്പാലിൻ്റെ കഹാനിയാണ് ദുഃഖ്. ആ ദുഃഖ് എന്ന കഹാനിയുടെ സമ്മറി പറഞ്ഞുതരാം. നോക്കിയിരിക്കണം. വായിക്കാം, നോക്കിയിരിക്കണം. ദിലീപ് ഏക് ധനി ആത്മീ ഹേ. അതിനകത്തെ പ്രധാന ക്യാരക്ടറാണ് ദിലീപ്. അദ്ദേഹം ഒരു ധനികനായ ആത്മീയ മനുഷ്യനാണ്. ഉൻകി പത്നി ഹേ ഹേമ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഹേമ. ദിലീപ് ഹേമ വൺ വേർഡ് ആയിരിക്കും. അത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം കൊള്ളാം കേട്ടോ. ഉൻകാ പരിവാർ സമ്പന്നത. അവരുടെ പരിവാർ കുടുംബം സമ്പന്നം ധനികരായിരുന്നു. ഇസ്സേ അതുകൊണ്ട് ഹേമാക്കോ കൊച്ച് കമണ്ട് ഫി ഹേ. കമണ്ട് അഹങ്കാരം. അതുകൊണ്ട് ഹേമയ്ക്ക് കുറച്ച് അഹങ്കാരവും ഉണ്ടായിരുന്നു. ഇസ്ലിയെ അതുകൊണ്ട് ദോനോം കെ ബീച്ച് കുച്ച് സമസ്യായെ മാത്തേ ഹേ. അവർ സമ്പന്നയായ പരിവാറിലെ ആളായതുകൊണ്ട് അഹങ്കാരം ഉണ്ടായിരുന്നു. അതിനാൽ രണ്ടുപേരുടെയും ദോനോം കെ അതായത് ദിലീപിൻ്റെയും ഹേമയുടെയും ജീവിതത്തിൻ്റെ ഇടയിലെ കുറച്ച് സമസ്യായും പ്രശ്നങ്ങൾ വന്നു. ഏക് ബാർ ഒരിക്കലെ ദിലീപ് ഉസ്കി സഹേലിക്ക് സാത്ത് സിനിമ ദേക്ക് ആനെ കെ കാരൻ ഹേമ രാത് ഭർ റൂട്ടി രഹ്കർ സുബഹെ ഉഠ്തെ ഹി മാം കെ ഘർ ചലി ഗയി. ഏക് ബാർ ഒരിക്കൽ ദിലീപ് അയാളുടെ സഹേലി കൂട്ടുകാരിയുടെ കൂടെ സിനിമ കാണാൻ പോയി അല്ലേ. ആ കാരണം കൊണ്ട് ഹേമ രാത്രി എന്ന് വെച്ചാൽ രാത്രി മൊത്തം പിണങ്ങി ഇരിക്കുകയും സുബഹെ പ്രഭാതം ആയപ്പോഴേക്കും എഴുന്നേറ്റ് അമ്മയുടെ വീട്ടിലേക്ക് പോയെന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലേക്ക് പോയി. അയാളുടെ പിണങ്ങി അവരവരുടെ സ്വന്തം വീട്ടിലേക്ക് പോയി. ഇസ്സേ ദിലീപ് വ്യാകുലത. ഇതിൽ ദിലീപ് വ്യാകുലപ്പെട്ടു. ഹേമ ദൂസരം സേ കഹ. ഹേമ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു. വഹേ ഖുദ് ദുഃഖ് ഭോഗിനെ വാലി ഹേ. അവൾ സ്വയം എന്താ ദുഃഖം അനുഭവിക്കുന്നവൾ ആണ് എന്ന് അവൾ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു. ലേക്കിൻ എന്നാൽ ഹേമ കാ ദുഃഖേ ബനാവട്ടി ഹേ. എന്നാൽ ഹേമയുടെ ദുഃഖം ബനാവട്ടി കൃത്രിമം നിറഞ്ഞതാണ്. അസലിയല്ല, അത് ബനാവട്ടിയാണ്. ഉസ്കാ ദുഃഖേ അസലി നഹി ഹേ. അവളുടെ ദുഃഖം യഥാർത്ഥമായ ദുഃഖം അല്ല. അടുത്ത നോക്കിയേ. ദിലീപ് മൻ ബഹലാനെ കെ ലിയെ മീറ്റോ പാർക്ക് മേ ഗയ. ദിലീപ് മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടി മീറ്റോ പാർക്കിലേക്ക് പോയി. അത് വൺ വേർഡാണ്. ഇവിടേക്ക് മീറ്റോ പാർക്കിലേക്ക് പോയി. പാർക്ക് സേ വാപ്പസ് ആത്തെ വക്തെ ടണ്ടകെ ഹോനെ ലഗാം. പാർക്കിൽ നിന്ന് വാപ്പസ് ആത്തെന്ന് വെച്ചാൽ മടങ്ങി വന്ന സമയത്തെ വക്ത് സമയം നല്ല ടണ്ടക് എന്ന് വെച്ചാൽ തണുപ്പുണ്ടാകാൻ തുടങ്ങി. അല്ലെ, തണുപ്പുണ്ടായിരുന്നു. സടക്ക് സുൻസാൻ ഥാ. സടക്ക് റോഡ് വിജനമായിരുന്നു. ലേക്കിൻ ഉസേ ഠണ്ഡി രാത് മേ. എന്നാൽ ആ തണുപ്പുള്ള രാത്രിയിലെ സടക്കിൻ്റെ കിനാരെ കൊമച്ചെ ബേച്ചനെവാല ഏക്ക് ലഡ്ക്കാക്കോ ദേഖ. കൊമച്ചെ വിൽക്കുന്ന ആരെ കണ്ടു? ഒരു ലഡ്ക്കായെ, ഒരു ആൺകുട്ടിയെ കണ്ടു. ഉസ്കെ പാസെ 8 താലി ഹേ. അവൻ്റെ പക്കലെ 8 എന്ന് വെച്ചാൽ 8 താലി പൊതികൾ. അതാ താലി എന്ന് വെച്ചാൽ പൊതിയായിട്ടുള്ള പോട്ടലി ഉണ്ടായിരുന്നു. അതേ കമോച്ച അതായത് 8 പൊതികളിലായിട്ടുള്ള കമോച്ച ഉണ്ടായിരുന്നു. കൊമച്ചയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ 8 പൊതികൾ മാത്രമേ അവൻ്റെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. ഏക്ക് ഡേരിക്കോ ഏക്ക് പൈസ ഹേ. ഓരോ പൊതിക്കും ഏക്ക് പൈസ, 1 പൈസ എന്ന രീതി ആയിരുന്നു. ദിലീപിനെ 8 ഡേരി ഖരീദ. ദിലീപ് 8 ഡേരി എന്ന് വെച്ചാൽ 8 പൊതികളും വാങ്ങി. സബ് ഡേറിയോങ്കെ 8 പൈസേ ഹേ. ആ 8 പൊതികൾക്കും കൂടി എല്ലാത്തിനും കൂടി 8 പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രൂപയല്ല, പൈസ. ദിലീപിന് ഏക്ക് റുപ്പയാം ദിയ. ദിലീപ് 1 രൂപയാണ് കൊടുത്തത്. ലേക്കിൻ ദാം ലേക്കർ വാപ്പസ് തേന ഉസ്കെ പാസെ ചുട്ടാൻ നഹീന്തേ. എന്നാൽ അതിൻ്റെ വില എടുത്തിട്ട് ബാക്കി വാപ്പസ് തേന മടക്കി കൊടുക്കാൻ അവൻ്റെ പക്കൽ ചുട്ടാന്ന് വെച്ചാൽ കോയിൻ നാണയം ഇല്ലായിരുന്നു. അങ്ങനെ ആകെ 8 പൈസയെ ചെല്ലൂ. ദിലീപ് കൊടുത്തത് എത്രയാണ്? 1 രൂപയാണ്. 100 പൈസയാണ്. അതിൽ നിന്നും 8 പൈസ മാറിയാൽ ബാക്കി 92 പൈസയും ആർക്ക് കൊടുക്കണം? ദിലീപിനെ. പക്ഷേ ആ കുട്ടിയുടെ കയ്യിൽ അതില്ലായിരുന്നു. നോക്കി. ഉസ്കാ ഘർ ദിലീപ് കോ ജാനക്കെ മാർഗ് മെഹേ. അവൻ്റെ വീട് ദിലീപിന് പോകേണ്ട വഴിയിൽ തന്നെ ആയിരുന്നു. ദിലീപ് കോ ഉസ് ലടക്കെ കാ ആർത്തിക സ്ഥിതി സമച്ചനെ കാ അവസർ ഫി മിൽത്താ ഹേ. ദിലീപിനെ ആ കുട്ടിയുടെ ആർത്തിക എന്ന് വെച്ചാൽ സാമ്പത്തികമായ അവസ്ഥ സമച്ചാനെ മനസ്സിലാക്കാനുള്ള അവസരവും കിട്ടി. ഇസ്സേ അതുകൊണ്ട് ഉസ്കെ സാത്തെ ഗർമേ പഹുഞ്ചെ. അതുകൊണ്ട് അവൻ്റെ കൂടെ അവരുടെ വീട്ടിലേക്ക് എത്തി. വഹാം ലഡ്കെ കാ മാം കെ സിവ കോയി നഥ.
അവിടെ ആ ആൺകുട്ടിയുടെ അമ്മയെ കൂടാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ വീട്ടിലെ അമ്മയും മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബച്ചോങ്കി മാം കോ അവശ്യ ഭോജൻ കേലിയെ ഉസ്കെ പാസെ സുവിധ നഹി. ബച്ചോങ്കി മാം എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരത്തിന് വേണ്ടിയും ഉസ്കെ പാസ് അവരുടെ പക്കൽ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ ഗരീബായിട്ടുള്ള പട്ടിണിയായിട്ടുള്ള ഭൂക്കലെ സഹിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. എന്നൊക്കെ മാം ബച്ചോങ്കോ സൂക്കി റൊട്ടിയാം കിലാന ചാഗ്തിഹെ. അമ്മ മകനെ സൂക്കി റൊട്ടി എന്ന് വെച്ചാൽ ഉണക്ക ചപ്പാത്തിയാണ് റൊട്ടി കിലാന കഴിപ്പിക്കാൻ ആഗ്രഹിച്ചു. സ്വയം ഭൂക്ക് രഹിക്കർ ബേട്ടേക്കോ റോട്ടിയാം കിലാനയ്ക്ക് ലിയെ ചൂട്ട് ബോർത്തിഹെ ഭൂക്ക് നഹിഹെ. എന്നൊക്കെ സ്വയം ഭൂക്ക് എന്ന് വെച്ചാൽ വിശപ്പ്. അവൾ സ്വയം വിശപ്പ് സഹിച്ച് മകനെ റൊട്ടി കഴിപ്പിക്കാൻ വേണ്ടി അവൾ എന്ത് ചെയ്തു? ചൂട്ട് ബോർത്തിഹെ കള്ളം പറഞ്ഞു. ഭൂക്ക് നഹിഹെ വിശപ്പില്ല എന്ന്. അതായത് റൊട്ടിയുടെ എണ്ണം കുറവായിരിക്കും, കുഞ്ഞിന് മാത്രം കഴിക്കാനുള്ളതേ കാണുള്ളൂ. അതുകൊണ്ട് കുട്ടി ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് വിശപ്പില്ല എന്ന്. സെലെടുക്കേനെ സബ്ബാത്തോം മാം സെ കഹ. ആ ആൺകുട്ടി എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞു. അതായത് ദിലീപിനെ കണ്ടതും പൈസ കൊടുക്കാനുള്ളതും എല്ലാം അങ്ങനെയുള്ള ആ സ്റ്റോറി അമ്മയോട് ആ കുട്ടി പറഞ്ഞു. സബ സുൻകർ മാം നേ കഹ. എല്ലാം കേട്ടിട്ട് അമ്മ പറഞ്ഞു സാഹബേ യഹ് റുപ്പേ ആപ്കെ പാസ് രഖിയെ. സാഹബ്, ഈ പൈസ, ഈ 1 രൂപ നിങ്ങൾ നിങ്ങളുടെ പാസിലേക്ക്, നിങ്ങളുടെ അരികിലേക്ക് വെച്ചാലും യഹാം വാപ്പസ് തന്നെ കേലിയെ ചുട്ടി ഫീ നഹീം ഹേ. ഇവിടെ എന്താ ചുട്ട ഇല്ല. അതായത് നിങ്ങൾക്ക് വാപ്പസ് എന്ന് വെച്ചാൽ മടക്കി തരാൻ വേണ്ടി, ഇതിൻ്റെ ബാക്കി മടക്കി തരാൻ വേണ്ടി ഇവിടെ പൈസ ഇല്ല, നാണയം ഇല്ല എന്നമ്മ പറഞ്ഞു. കല്ലെടുക്കാൻ ആക്കതെ പൈസ കരീതേക. നാളെ കുട്ടി വന്ന് പൈസ വാങ്ങിച്ചു കൊള്ളാം, ഇന്ന് 2 രൂപ കൊണ്ടുപോയിക്കോളാൻ. ഉസ്കി മാം കിത്തനി ബേച്ചാരി അവരത്ത് ഹേ. ആ സ്ത്രീ എത്രത്തോളം ബേച്ചാരി പാവപ്പെട്ട സ്ത്രീയാണ്. ലേക്കിൻ എന്നാൽ മാം ബേട്ടയ്ക്ക് ബീച്ച് പ്യാർ ദേക്കർ ദിലീപ് കോ ആശ്ചര്യ ആയ. എന്നാൽ ആ കുട്ടിയുടെയും ആ അമ്മയുടെയും ബീച്ച് ഇടയിലുള്ള സ്നേഹം കണ്ടപ്പോൾ ദിലീപിന് ആശ്ചര്യം വന്നു. മാം കി ബാത്തേ സുൻകരെ ദിലീപിനെ കഹ. അമ്മയുടെ ബാത്ത് എന്ന് വെച്ചാൽ കാര്യങ്ങൾ കേട്ടിട്ട് ദിലീപ് പറഞ്ഞു പൈസെ മേരി തരഫ് സെ ബച്ചോങ്കോ മിഠായി ഖാനെ കെ ലിയെ രഖിനെ ദീജിയെ. എന്നൊക്കെ അദ്ദേഹം പറയാണ്, ഈ പൈസ, അതായത് ബാക്കി വരുന്ന പൈസ അയാൾ കൊടുത്ത പോലെ കുട്ടിക്ക് മിഠായി എന്ന് വെച്ചാൽ മധുരപലഹാരങ്ങൾ വാങ്ങാൻ വേണ്ടി വെക്കുക, ഞാൻ അവന് വേണ്ടി കൊടുത്തതാണ് എന്ന് ദിലീപ് അമ്മയോട് പറഞ്ഞു. എനിക്ക് ആരുടെ അമ്മയാണെന്നറിയില്ല, കുട്ടിയുടെ അമ്മയോട്. ദിലീപിനെ ദിലീപ് ചിന്തിച്ചു, ഈ ദോനക്ക് ബീച്ച് യഹാം ദേക്ക അസലി ദുഃഖ ഹേ. ആ 2 പേരുടെയും ഇടയിൽ ഇവിടെ കണ്ട ദുഃഖമാണ് യഥാർത്ഥമായ ദുഃഖം. ഹേമ കാ ദുഃഖ് ബനാവട്ടി ഹേ. തൻ്റെ ഭാര്യയായ ഹേമയുടെ ദുഃഖം കൃത്രിമമായിട്ടുള്ളതും ആണ്. ഗർമേ പഹുഞ്ചേ തബെ നൗക്കറിനെ ഖാന തയ്യാർ ഹോനയ്ക്ക് സൂചന ദേ. വീട്ടിലെത്തിയപ്പോൾ നൗക്കർ എന്ത് ചെയ്തു? ജോലിക്കാരൻ ആഹാരം റെഡിയായി എന്ന സൂചന നൽകി. ദിലീപിനെ കഹ. ദിലീപ് പറഞ്ഞു ഭൂക്ക് നഹി ഹേ, തനിക്ക് വിശപ്പില്ല എന്ന്. ഉസി സമയ ഉസെ ലടുക്കേക്ക് മാം ഭൂക്ക് നഹീം കഹ യാദ് ആകെയ. ആ സമയം അദ്ദേഹത്തിന് ആ ആൺകുട്ടിയുടെ അമ്മ വിശപ്പില്ല എന്ന് പറഞ്ഞത് ഓർമ്മയിലേക്ക് എത്തി. തബെ അപ്പോൾ ഛോട്ടാ ഭായി ആക്കറെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ വന്ന്, ദിലീപിൻ്റെ ഇളയ സഹോദരൻ വന്ന് കഹ പറഞ്ഞു ഭാഭീനെ ഏക പത്ര ഫേജ. ജ്യേഷ്ഠത്തി ഒരു പത്രം എന്ന് വെച്ചാൽ കത്ത് ഫേജ അയച്ചിരുന്നു. അതായത് ദിലീപിൻ്റെ ഭാര്യ ഒരു കത്ത് അയച്ചിട്ടുണ്ട്, അതിവിടെ കിട്ടിയിട്ടുണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. ആ കുട്ടി ദിലീപെ പത്ര കോല. ദിലീപിന് പത്രം കിട്ടി, ലെറ്റർ കിട്ടി. അയാളത് കോല തുറന്ന് നോക്കി. ഉസ്കി പഹലി ലൈൻ മേ ലിഖാദ. അതിലെ ആദ്യത്തെ ലൈനിൽ തന്നെ ലിഖാദ എഴുതി. മേയും ഇസ്സെ ജീവൻ മേ ദുഃഖ ഹി ദേഖനെ കോ പൈദ ഹുയി ഹേ. മേ ഇസ് ജീവൻ മേ, ഞാൻ ഈ ജീവിതത്തിൽ ദുഃഖം ദേഖനേക്കോ എന്ന് വെച്ചാൽ ദുഃഖം കാണാൻ വേണ്ടി മാത്രം പൈദ ഹോന ജനിക്കുകയും ചെയ്തു. ഈ ജീവിതത്തിലെ ദുഃഖം മാത്രം കാണാൻ വേണ്ടി ജനിച്ചുള്ളതാണ് താൻ എന്നാണ് ആ വരി ആദ്യത്തെ തന്നെ. ദിലീപെ ആകെ എന്ന പട അയാൾ മുന്നോട്ട് പിന്നെ വായിച്ചില്ല. പത്ര ഫാഡ്കർ ഫേങ്കിദിയ. ആ പത്രം എന്ത് ഫാഡിന കീറി ഫേങ്കിന എറിയുകയും ചെയ്തു. അതാണ് അതിൻ്റെ സ്റ്റോറി കേട്ടോ. ദുഃഖ എന്ന കഹാനിയുടെ സ്റ്റോറി ഇതാണ്. അതാണ് ഞാൻ സമ്മറി ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം.